മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മനുഷ്യക്കടത്തിനെ കുറിച്ച് മുസ്ലിമിലെ പല പല സ്കൂളുകളും മുസ്ലിങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളും മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുമെല്ലാം കൊട്ടേഷൻ കൊടുത്ത് ചെറിയ ചെറിയ കുട്ടികളെ, പ്രത്യേകിച്ചും ഹിന്ദു കുട്ടികളെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഗ്രാൻഡ് വാങ്ങിച്ച് ഇസ്ലാമീകരണം ശാന്തമായിട്ട് നടത്തുന്ന കഥകളും ചരിത്രങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളുമെല്ലാം നമുക്കറിയാം. അതോടൊപ്പം ഹൈന്ദവ ജനത അറിയേണ്ട അതിഭയാനകമായൊരു കാര്യമുണ്ട്. കുറേ ദിവസം ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് വസ്തുതാപരമായ കുറേ കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. കേരളത്തിൽ ഗവൺമെൻറ് കണക്ക് പ്രകാരം 40 ലക്ഷത്തോളം യുവാക്കൾ, നേപ്പാളികളും ആസാമികളും ബംഗാളികളും ബീഹാറികളും ഒറീസയിൽ നിന്ന് വന്നവരും തൊഴിലാളികളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയുന്നത്രയും നന്മ നിറഞ്ഞ സഹായം പോലീസിലൂടെയും അല്ലാതെയും നൽകുന്നുണ്ട്. അവരെ നീചമായോ നികൃഷ്ടമായോ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കിട്ടുമ്പോഴെല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പരമാവധി സഹായം ഈ പരദേശ തൊഴിലാളികൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ഹിന്ദുവും അറിയാനുള്ളത്, ഓരോ RSSകാരനും ഓരോ BJPക്കാരനും ഓരോ BMSകാരനും ഓരോ വിശ്വ ഹിന്ദു പരിഷത്തുകാരനും അറിയാനുള്ള, എന്നാൽ ഇതുവരെ അറിയാത്ത ഒരു ഭയാനകമായ വസ്തുത, ഒറ്റയ്ക്കും 2-3 പേരായിട്ടും താമസിക്കുന്ന ഈ പരദേശ തൊഴിലാളികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ, ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ, ഒറ്റയ്ക്ക് കുടുംബാംഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചൽപ്പം ദുഃഖം വരുമ്പോൾ അവരെ ഇപ്പോൾ ബന്ധപ്പെടുന്നത് മുഴുവനും യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളും പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളുമാണ്. ഒരു മിനിറ്റ് കൊണ്ട് ഈ യഹോവ സാക്ഷികൾക്കും പെന്തക്കോസ്തുകാർക്കും പരദേശ തൊഴിലാളികളെ മതം മാറ്റാൻ സാധിക്കുന്നു. ഈ തൊഴിലാളികളെ പള്ളിയിൽ കൊണ്ടുപോയി വിഭവസമൃദ്ധമായ ഇറച്ചി കൂട്ടിയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് പ്രാർത്ഥനയിൽ പങ്കെടുപ്പിച്ച് അവരെ സഹായിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആസാമിൽ നിന്ന് ഇവിടെ വന്ന് കുറേ കാലം താമസിക്കുന്ന ആ വ്യക്തികളെ മനുഷ്യക്കടത്തിലൂടെ 10-600 കുട്ടികളെ എങ്ങനെയാണോ ഇസ്ലാമാക്കിയത്, അതിനേക്കാൾ എത്രയോ ഭയാനകമായിട്ട് അനന്തമായ എണ്ണമില്ലാത്ത തന്നെത്താനെ കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ച് വന്നു ചേരുന്ന ഈ യുവാക്കളെ ആരും അറിയാതെ, ഒരു ഗവൺമെന്റിനും കാര്യമായിട്ട് ഒരറിവുമില്ലാതെ, പുറത്തു നോക്കിയാൽ ആസാമികള്, പുറത്തു നോക്കിയാൽ ബംഗാളികളും ഒഡീഷക്കാരും അല്ലെങ്കിൽ നേപ്പാളികളും, അകത്ത് അവനവൻ ആരാധിച്ചിരുന്ന ദേവതയെ മാറ്റി യേശുക്രിസ്തുവിനെയും യഹോവയെയും മാത്രം ആരാധിച്ച് ഒരു തീവ്ര ക്രിസ്ത്യാനിയായി മാറ്റാൻ ഓരോ മിഷണറിക്കും ലഭിക്കുന്നത് ഭീമാകാരമായ സംഖ്യയാണ്. ഞാൻ ആ എമൗണ്ടിനെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ അല്ല പറയുന്നത്. അവനവന്റെ മടിത്തട്ടിലേക്ക് നേരെ വരുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെ മതം മാറ്റാൻ അസാധാരണമായ നെറ്റ്വർക്ക് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനകൾ ഓർമ്മിക്കണം. ഈ ആസാമികളും നേപ്പാളികളും കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ
വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്, ഭജനയുണ്ട്. അത് കാരണം അതിൻ്റെ ഇടയ്ക്ക് കയറി ചെല്ലാൻ ഈ യഹോവയുടെ പ്രത്യക്ഷ സാക്ഷികൾക്കും പെന്തക്കോസ്തുകാർക്കും അല്പം ഭയമുണ്ട്. പക്ഷേ അതും വളരെയധികം വൈകാതെ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം മാടപ്രാവിൻ്റെ ലാളിത്യവും സർപ്പത്തിൻ്റെ വിഷവുമായിട്ട് പോകാനാണ് ബൈബിള് ഇവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞത് അത് ഒരു ബിസിനസ്സായിട്ട് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്ന യഹോവ സാക്ഷികൾക്കും അതുപോലെ പെന്തക്കോസ്തുകാർക്കും വീണ് കിട്ടിയിരിക്കുന്ന ഇരയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് കേരളത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും താമസിക്കുന്ന യുവാക്കള്. അവരുടെ ദുഃഖത്തിന്, അവരുടെ വേദനയ്ക്ക്, അവരുടെ ഒറ്റപ്പെടലിനെല്ലാം സഹായഹസ്തവുമായിട്ട് ക്രിസ്ത്യാനികള് സേവനത്തിന്റെ പേരിൽ പോകുന്നുണ്ടെങ്കിൽ പരിണത ഫലം മതപരിവർത്തനമാണ്. അപ്പുറത്ത് മനുഷ്യക്കടത്തിലൂടെയും സംഭവിച്ചത് തുറന്ന് നടക്കുന്ന മതപരിവർത്തനം, ഇവിടെ അടഞ്ഞുകൊണ്ട് നടക്കുന്ന മതപരിവർത്തനം. ഈ തീവ്രമായ തിന്മ, ഭയാനകമായ തിന്മയെക്കുറിച്ച് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഈ ആസാമി ഗ്രൂപ്പിൽപ്പെട്ട, നേപ്പാളി ഗ്രൂപ്പിൽപ്പെട്ടവരെ തന്നെ ചെന്ന് കണ്ട് ഞാനും ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നന്മ നിറഞ്ഞ രീതിയിൽ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാനും അവർക്ക് മെഡിക്കൽ സഹായങ്ങൾ എത്തിക്കാനും വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യണം. വിദേശത്ത് പ്രവർത്തിക്കുന്ന ഹിന്ദുക്കള് ഇന്നുവരെയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മതപരിവർത്തനത്തിന് വിധേയരായാൽ മാറി നിൽക്കുകയാണ് പതിവ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മതപരിവർത്തനത്തിന് വിധേയരായാൽ വാദിക്കാനും ജയിക്കാനുമല്ല ശ്രമിക്കേണ്ടത്. അപ്രകാരം മതപരിവർത്തനത്തിന് വിധേയമാകാൻ എന്താണ് കാരണമെന്നറിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എവിടെയെല്ലാം ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കുറേയൊക്കെയെങ്കിലും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാതിരിക്കാൻ, തളരാതിരിക്കാൻ, തകരാതിരിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ സമുദായത്തിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ടവര് എത്രയോ പേരാണ് മറ്റു മതത്തിലേക്ക് പോയിരിക്കുന്നത് എങ്കിൽ അവരെ ആത്മാർത്ഥമായിട്ട് തിരിച്ചു കൊണ്ടുവരാനും ചെറിയ ചില സഹായങ്ങളിലൂടെയെങ്കിലും അവരുടെ മനസ്സിൽ പരിവർത്തനം നടത്താനും നമുക്ക് ഒരുമിച്ച് ശ്രമിച്ചില്ലെങ്കിൽ ഭാരതം മുഴുവനും 2020 ആണ്ടില് മതപരിവർത്തനത്തിന്റെ ക്രിസ്ത്യൻ കേന്ദ്രമാക്കി മാറ്റാൻ ഇവിടത്തെ UPAയുടെ തലതൊട്ട അമ്മയും അതുപോലെ വത്തിക്കാനും ഇറ്റലിയും 69 രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയും കൊണ്ട് ഒരു ബിസിനസ് പോലെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്ന ആ ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെ ഇരയായിട്ട് നമ്മളുടെ സഹോദരീ സഹോദരന്മാര് ആസാമിൽ നിന്ന് നേപ്പാളിൽ നിന്ന് വന്നവർക്ക് ഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനം ചെയ്യാം. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, മോഡി എന്ത് ചെയ്യുന്നു, ഉമ്മൻചാണ്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ യെദ്യൂരപ്പ എന്ത് ചെയ്യുന്നു, ഇതൊന്നും അല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാനും മനുഷ്യക്കടത്തിനേക്കാൾ ഭയാനകമായി തീരാൻ പോകുന്ന ഈ പരദേശ തൊഴിലാളികളെ മതം മാറ്റുന്ന ഭീകരമായ ഭയാനകമായ അവസ്ഥ, അവരിവിടെ മതം മാറിക്കഴിഞ്ഞാൽ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ആദ്യം മതം മാറ്റിയത് ഓരോ വീട്ടിലെയും കുട്ടികളെയാണ്. കുട്ടികളെ മതം മാറ്റിയാൽ ആ കുട്ടികൾ വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയെയും വാദിച്ച് തോൽപ്പിച്ച് അവരെയും മതം മാറ്റിയാണ് ഫ്രാൻസിസ് സേവിയർ എന്ന മഹാ കൊലപാതകം നടത്തിയ വ്യക്തി വിശുദ്ധനായിട്ട് ഉയർന്നത്. അതുപോലെയാണ് ഇവിടെ നിന്നുള്ള യുവാക്കള് മതം മാറിയതിനു ശേഷം അവര് തന്നെയായിരിക്കും ആസാമിൽ ചെന്ന് പിന്നീട് മിഷണറിമാരായിട്ട് അവനവന്റെ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും മതം മാറ്റുന്നത് എന്നുള്ളത് കൂടി ഓർത്ത്, ഇപ്പൊ മതപരിവർത്തനം എന്ന് പറയുന്നത് സിംഗിൾ ഹെഡഡ് മോൺസ്റ്റർ അല്ല. ഒരു സിംഗിൾ വ്യക്തി മതം മാറുന്ന ചെകുത്താനല്ല മതപരിവർത്തന പ്രവർത്തനം. അതൊരു ചെയിൻ റിയാക്ഷനാണ്. അവരുടെ ബന്ധുക്കളെല്ലാം മതം മാറുന്നത് വരെ ഈ വ്യക്തി, ഈ തൊഴിലാളി വെറുതെ ഇരിക്കില്ല. മാത്രമല്ല, ഓരോരുത്തരെ മതം മാറ്റുന്നതിന് 400, 500, 600 രൂപ അവന് ഓരോ ദിവസവും കൂലിയായിട്ടും ലഭിക്കുന്നുണ്ട്.
അപ്പോ ശരീരം വിയർക്കാതെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ് മതപരിവർത്തനത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തകരായിട്ട് ചേരുക. അതിനും അവർ കാരണക്കാരാവും. പള്ളിയിൽ നല്ല ബഹുമാനം, സ്നേഹം, ആദരവ്, ചികിത്സാ ചെലവ്, പള്ളിയിൽ ജോലി, മതപരിവർത്തന പ്രവർത്തകരുടെ കൂട്ടത്തിൽ പോകുന്ന കൂട്ടായ്മ, സന്തോഷിക്കാൻ അവസരം, മദ്യം, മാംസം എല്ലാം ലഭിച്ചുകൊണ്ട് മതപരിവർത്തന തൊഴിലാളികളായിട്ട് ഈ ആസാമികളും നേപ്പാളികളും മാറുന്നതിന് മുമ്പ് RSSകാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഹൈന്ദവ സംഘടനകളെ എല്ലാം തന്നെ, പ്രത്യേകിച്ച് BMS ഭാരതീയ മസ്ദൂർ സംഘ് ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ സംഘടനയെ ഉണ്ടാക്കിയിട്ട് കഴിയുന്നത്രയും അവരെ ഹൈന്ദവ ജനതയുടെ ബോധവൽക്കരണത്തിനും നിത്യപ്രാർത്ഥനയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നിങ്ങളോട് അറിയിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇത് നേരിട്ട് ലഭിച്ച അറിവിന്റെ പുറത്താണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പോലീസുകാർ വിചാരിച്ചാലോ ഇവിടുത്തെ ഭരണാധികാരികൾ വിചാരിച്ചാലോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരിതൊട്ട് വിചാരിക്കുകയുമില്ല എന്ന് ഓർമ്മിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.